കുശുമ്പ് പോണെങ്കിൽ പോട്ടന്റെ ഉസ്താദേ പുതിയൊരു സാധനം ഇറങ്ങിയിട്ടുണ്ട്. മനീഷ് ചന്ദ്ര പിന്നെ കൊയിലാളാ. ഫ്ലാഷ് ബാക്ക്. എന്താണാവോ പുതിയ കണ്ടുപിടുത്തം? എന്താണെന്ന് ഞാൻ പറഞ്ഞാലേ ആൽഫിച്ചേട്ടൻ വാലും പൊക്കിക്കൊണ്ട് ഓടും. പുനർജന്മം എന്ന് പറയുമ്പോ എങ്ങനെയാ നിങ്ങൾ പുനർജന്മം അല്ലെങ്കിൽ പിന്നീട് മറ്റൊരിടത്ത് ഉണ്ടാവും, ഇനിയും ലൈഫ് ഉണ്ടാകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർക്കാൻ പറ്റുമോ? ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. പുനർജന്മം എന്ന് പറയുന്ന സംഗതി മനുഷ്യന് മാത്രമേ ഉള്ളൂ? മനുഷ്യന് മാത്രമല്ല, എല്ലാത്തിനും ഉണ്ട്. ബുദ്ധിക്ക് ചെറിയ തകരാറുണ്ടോ എന്ന് സംശയം. ഉറുമ്പ് ഇപ്പൊ ഈ ജന്മത്തിൽ ഒരു ഉറുമ്പായിട്ട് ജീവിക്കുന്ന ഒരു ജന്തു, അതെ, അടുത്ത ജന്മത്തിൽ പിന്നെന്താവോ? ആനയാവോ? അതെ, അടുത്ത ജന്മത്തിൽ എന്താണെന്ന് എനിക്ക് എഴുതി വെക്കാൻ പറ്റില്ല. പക്ഷെ അതിന്റെ ആത്മാവിന് മരണമില്ല, എന്റെ ശരീരം മാത്രമേ നശിക്കുന്നുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചിരിക്കും. അപ്പൊ മുൻജന്മ സുഹൃതം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താവും? എന്താകും എന്നുള്ളതൊരു എന്താണ് ബാലിശമായ ഒരു ചോദ്യമാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. 52 രൂപ ഉണ്ടായിരുന്ന കരിമീൻ ഇപ്പൊ 85 രൂപയാണ്. ചോദിച്ചാൽ മനസ്സിലായി. ഞാൻ കുട്ടിയാണ്, ഈ വിഷയത്തിൽ ഞാനൊരു കുട്ടിയാണ്, അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്. അടുത്ത ജന്മത്തിൽ നല്ല ജന്മം ചീത്ത ജന്മം എന്ന് പറയുമ്പോ എന്താണ് ആ ജന്മം? എങ്ങനെ ഇരിക്കും ജന്മം? നമുക്ക് അയ്യോ, അത് നമുക്കറിയാമോ? ഒരു പട്ടിയായിട്ട് ജനിച്ചാലും തലവരെ ഉണ്ടെങ്കിൽ നമുക്ക് ജയറാമിന്റെ വീട്ടിലെ പട്ടിയെ പോലെ ജനിക്കാം. അയ്യോ മേഡം ഭയങ്കര തമാശക്കാരിയാണല്ലോ, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേച്ചിക്ക് അത് ജീവിച്ചു. പട്ടി ഒരിക്കലും ചീത്ത ജന്മാന്ന് പറഞ്ഞില്ല. നമ്മുടെ സാഹചര്യമാണ് നല്ലതും ചീത്തയാകും. അപ്പൊ അത് പണ്ഡിതനാണെന്ന് തോന്നുന്നു. അർത്ഥം പറഞ്ഞൊന്നും കേട്ടില്ലേ? അപ്പൊ ചീത്തയായിട്ട് ഒരാള് അടുത്ത ജന്മത്തിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരൂ. എങ്ങനെ ഇരിക്കുന്നു? ഇപ്പം ക്യാൻസറോട് കൂടി ജനിക്കുന്ന പിള്ളേരില്ലേ? അപ്പൊ അതായത് അടുത്ത ജന്മത്തിൽ വീണ്ടും മനുഷ്യനായിട്ട് ജനിച്ച് വീണ്ടും ക്യാൻസർ ഉള്ള മനുഷ്യനായിട്ട് ജനിക്കും, അങ്ങനെയാണോ? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. അറ്റ്ലീസ്റ്റ് പ്രായത്തിനൊത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അങ്ങനെയാണോ? എനിക്കറിയാമേ, ഇതിനകത്ത് ഇല്ലോജിക്കൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ടല്ലേ നമ്മൾ ചോദിക്കുന്നത്. അത് ഇതിലെങ്ങനെ പ്രായമാവുന്നത്? സാധാരണഗതിയിൽ ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കഥ നീങ്ങുന്നത് വേറൊരു ട്രാക്കിലാണ്. ഞാൻ നല്ല അച്ഛനും അമ്മയ്ക്ക് ജനിക്കുന്ന ഒരു ഭാഗ്യമാണ്. നല്ല അച്ഛനും അമ്മയ്ക്ക് ജനിക്കുന്നത് ഭാഗ്യമാണ്. പട്ടിയായിട്ട് ജനിച്ചാലും നല്ല വീട്ടിൽ നല്ല രീതിയിൽ വളരാൻ പറ്റിയാൽ അതും ഭാഗ്യമുള്ള ജന്മമാകാം. പട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ നിന്റെ അച്ഛന്റെ പേരെന്താ? ഹോട്ടലിലെ വരാന്തയിൽ കൂടെ നടക്കും, തിളച്ച വെള്ളം ഒഴിച്ച് ഒരു സൈഡ് പൊള്ളിയതും വണ്ടി കയറി ഒരു കാല് ഒടിഞ്ഞാലും അത് നിർഭാഗ്യമുള്ള ജന്മമാകാം. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. അപ്പൊ ഒരു ഹോട്ടൽ വരാന്തയിൽ ആ ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ഇറച്ചി മീനും ബിരിയാണിയുടെ ബാക്കിയൊക്കെ തിന്ന് ജീവിക്കുന്ന നല്ലൊരു മുഴുത്ത പട്ടിയായിട്ട് ജനിച്ചു എന്ന് വിചാരിക്കാം. അടുത്ത ജന്മത്തിൽ ആ പട്ടി ചത്തു കഴിയുമ്പോ പിന്നെന്തായിട്ടാ വരാ? അതെന്ത് ബാലിശമായിട്ടുള്ള ചോദ്യം. പുനർജന്മം എക്സ്പ്ലെയിൻ ചെയ്തു തരൂ എങ്ങനെയാന്ന്. ഷാജി കേട്ടാ ഇവിടെ പോട്ടെ. ഇനി ഈ പുനർജന്മം പറയുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഈ മാമത്തായിട്ട് ആളുകൾ ജനിക്കാറുണ്ടോ? ഡൈനോസർ ആയിട്ട് ജനിക്കാറുണ്ടോ? ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. അതിനിപ്പോ ഇനി ആ സാധനം ഇല്ലല്ലോ. പല മഹാത്ഭുതങ്ങളെ പറ്റിയും നമ്മൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇതങ്ങനെയല്ല. ആദ്യത്തെ അനുഭവം എനിക്ക് തന്നെയാണ്. നിങ്ങൾ ഈ പുനർജന്മം പറയുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ പുനർജന്മത്തിന്റെ ഭാഗമായിട്ട് ഇന്നൊരു ഡൈനോസർ ഉണ്ടാവുന്നില്ല? സുഹൃത്തെ, അത് കയ്യിന്ന് പോയടാ ചാർലി. ഇന്ന് നമ്മുടെ ഭൂമി ഉപരിതലത്തിൽ ഡൈനോസറിന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്താ ഉള്ളത്? എനിക്കറിയില്ല. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമല്ല, അതിന്റെ എന്താ ഉള്ളത്? അറ്റ് പോയതല്ലേ. പുനർജന്മത്തിൽ ഉണ്ടായിക്കൂടാ. പ്ലേറ്റിനകത്ത് 4 ദോശ തന്നിട്ട് അത് മുഴുവൻ തീർത്തിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിനകത്ത് എങ്ങനെ ഉണ്ടാവും? പ്ലേറ്റിനകത്ത് 4 ദോശ തന്നിട്ട് അത് മുഴുവൻ തീർത്തിട്ട് പിന്നെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്ലേറ്റിനകത്ത് എങ്ങനെ ഉണ്ടാവും? മനോഹരം, ഗംഭീരം. അനന്തേട്ടാ, അളിയന്റെ കയ്യിൽ നിന്ന് ഇതുപോലെ ഒരുപാട് തത്വങ്ങൾ എനിക്ക് പഠിക്കാനുണ്ട്. പുനർജന്മത്തിൽ എന്താണ് ഈ വേരറ്റ് പോവാന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത്? അത് വേരറ്റ് പോയ സാധനം ഒഴിച്ചുള്ള സാധനം മാത്രമേ പുനർജനിക്കൂ എന്നുള്ളതാണോ അപ്പൊ നിങ്ങളുടെ കണ്ടീഷൻ? സത്യം ഞാൻ തുറന്നു പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് ഒന്ന് എന്നെ കൺവിൻസ് ചെയ്യൂ. എന്തുകൊണ്ട് പുനർജന്മത്തിൽ ഡൈനോസോർസ് ഉണ്ടാവുന്നില്ല? വിട്ടില്ലേ? ആരംഭിച്ചു. ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. വൈ ചേച്ചി? എല്ലാരും വിളിച്ചു. ഞാൻ ഇവിടുത്തെ പുനർജന്മത്തിൽ ഡൈനോസർ ഉണ്ടായ വളരെ ഒരു എന്താ ബ്ലണ്ട് ആയിട്ടുള്ള. അതെങ്ങനെ? അത് ബ്ലണ്ടാണ്.
ഒന്നും പണയല്ലേ. എന്റെ സംശയമാണത്. DNA ഒന്നും ഇല്ലാത്തൊരു അപ്പൊ ദൈവത്തിന് ഈ സാധനം ഉണ്ടാവണമെങ്കിൽ പുനർജനിക്ക് DNA ഒക്കെ വേണം. അബദ്ധം പറ്റിയതല്ല, അബദ്ധം പറ്റിയതാണ് എന്ന് പറഞ്ഞാലോ അടിയോ എന്ത് അടിമാലി ഫാമിലിയോ. DNA ഉണ്ടല്ലോ, ലാബിൽ ഇരിപ്പുണ്ടല്ലോ ഇതിന്റെയൊക്കെ സാധനങ്ങള്, എല്ലും കഷ്ണമൊക്കെ ഇവിടെ ഇരിപ്പില്ലേ. എന്നോടൊന്നും ചോദിക്കരുത്, എനിക്കൊന്നും അറിയില്ല. ആക്ച്വലി നമ്മൾ ഒരു കാര്യം പറയുമ്പോ എനിക്ക് നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്തു. നിങ്ങളിത് എക്സ്പ്ലെയിൻ ചെയ്തു. പിള്ളേര് പറയുന്ന പോലെ 3ാം ക്ലാസ്സിലെ പിള്ളേർക്ക് പോലും മനസ്സിലാകാത്ത ലോജിക്കാണിത്. നീ എന്നെ കളിയാക്കുക അല്ല, കാര്യമായിട്ടാക്കിയതാ. നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പുനർജന്മത്തിലൂടെ സാധനം ഉണ്ടാവും. കൂടിയ ഗുണങ്ങളൊക്കെ ചെയ്ത ഒരാളാണ്, അല്ലെങ്കിൽ ഏറ്റവും തെണ്ടിയായിട്ടുള്ള ജീവിച്ച ഒരാൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഡൈനോസർ ആയിട്ട് വരട്ടെന്നേ, അതല്ലേ വേണ്ടത്. വണ്ടി എടുക്കട്ടെ മോളെ. അത്രയും മുൻജന്മ പാപമൊന്നും ആരും ചെയ്യാത്തോണ്ടാണോ ഡൈനോസർ ഒരു DNA പോലും ബാക്കി വെക്കാതെ. എന്തത് വായിൽ നാവണ്ടോന്ന് നോക്കിയതാ, ഇത്രയൊക്കെ കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടണമല്ല. ചേച്ചി കയ്യിന്ന് പോയി. ചേച്ചി ഒന്നുമല്ല, എനിക്ക് വലിയ പ്രായമൊന്നുമില്ല. ഞാൻ വന്നു രമണൻ സാറിന് ഞാൻ വന്നു. അതല്ല, കയ്യിന്ന് പോയി, കാര്യാക്കണ്ട. കയ്യിന്ന് പോയതല്ല, എനിക്കെന്തോ പോലെ ഒരു വിവരമില്ലാത്തൊരു ചോദ്യമാണ്. എന്നാ ചേച്ചിക്ക് വിവരം ഉണ്ടല്ലോ, ഒന്ന് എനിക്ക് പറഞ്ഞു തരൂ, എന്തുകൊണ്ടാണ് ഡൈനോസർ ഉണ്ടാവാത്തെന്ന് പറയൂ. ഈ ഭൂഗോളത്തിൽ ഒരു ഡൈനോസർ വന്നാൽ ജീവിക്കാനുള്ള എല്ലാ സാധനമില്ലേ ഇവിടെ. തിന്നാൻ ആനയുണ്ട്, തിമിംഗലമുണ്ട്, ഉറാങ്കുട്ടാനുണ്ട്, എന്തിനു വേണേലും പിടിച്ചെന്നൂടെ. മനുഷ്യന്മാരെ വരെ പിടിച്ചു തിന്നാൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ. ഇനി ഇവിടെ കേരളത്തിലാണെങ്കിൽ നമ്മളെ പൂരത്തിന് വരെ ചിലപ്പോൾ എഴുന്നള്ളിച്ചു തരും ഈ ഡൈനോസർ. ഇനി അത് പേടിച്ചിട്ടാണോ പുനർജനിക്കാത്തത്? ആണോ ആണോ അല്ല. അല്ല. എന്ത് പറ്റി? കുറച്ചു മുമ്പ് 7 മുഴം നീളമായിരുന്നല്ലോ നിന്റെ നാക്കിന്. അപ്പൊ ശരി, പോയി കിടന്നു. പോയി കിടന്നുറങ്ങും. ദൈവത്തിന്റെ ഉത്തരവാദിത്വം അല്ല ഡൈനോസറിനെ ഉണ്ടാക്കല്. മനസ്സിലായി, എല്ലാം മനസ്സിലായി. ശരി എന്നാ. നിനക്ക് ഗുരു കൊണ്ടുപോകൂടാ. എന്നെ തെറി വിളിച്ചാൽ എന്താ കാര്യം? നാട്ടിൽ ചന്തപ്പാലത്തടി ഇതുപോലത്തെ ഒരു പെമ്പർനാത്തിയുണ്ട്. വയസ്സിന് മൂത്തവരാട് പോലും ഇതുപോലത്തെ നെകളിച്ച വർത്താനേ പറയും. ഞാൻ ജീവനും കൊണ്ട് ഓടി, പുറകെ അവരും ഓടി. പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.